വാപ്പാട് മക്കള് ഒരു ഷവർമ്മയ്ക്ക് പറഞ്ഞിട്ട് ഒരു മാസം കഴിഞ്ഞിട്ട് ഒരു ഷവർമ്മ മേടിച്ചു കൊടുക്കാത്ത വാപ്പാനെ മക്കൾ എങ്ങനെ സ്നേഹിക്കും? ഒരു ഭർത്താവ് ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോ അവന്റെ പിന്നാലെ നടന്നിട്ട് അവന്റെ കാര്യങ്ങൾ ചെയ്യലല്ല ഭാര്യയുടെ പണി. ഞാൻ ഒരു കൊല്ലം ഞാൻ ഗൾഫിക്ക് ഇവിടുന്ന് കുവൈത്തേക്ക് പോയത് എന്ത് കാരണം തരൂ, ഞാൻ ഭ്രാന്തനാവും എന്നുള്ള ഘട്ടം വന്ന് നോക്കുമ്പോൾ ഇയാൾ ഇനി കെട്ടൂലെന്ന് എന്താ ഉറപ്പ്? ഇനി ഇയാള് കെട്ടൂലെന്ന് എന്തത്ര ഉറപ്പ്? ഉറപ്പേന്റെ കാര്യമൊന്നുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഒഴിവായത്. ഒഴിവായിക്കോ, ഞാൻ മുൻകൂട്ടി അവൾക്ക് കാണാനുള്ള ശക്തിയൊക്കെ ഉണ്ട്, ദൈവം കൊടുത്തിട്ടുണ്ട്. ഇവർക്ക് സ്വന്തമായി കിട്ടണം. അങ്ങനെ വളച്ചു കൂട്ടി കിട്ടിയിട്ട് ഇങ്ങനെ അടുക്കിട്ട് ഇങ്ങനെ ഓടിക്കുക, കൊണ്ടുവന്ന് കംപ്ലീറ്റ് മേടിച്ചെടുക്കുക, വേണ്ടാന്ന് തോന്നുന്ന ഒറ്റ തള്ളു. ഓ നമ്മൾ ഇത്ര കാലം അധ്വാനിച്ച് ഉണ്ടാക്കിയിട്ട് നമ്മള് വടി പിടിച്ച് നടക്കുക, പിരാന്തനെ ടെൻഷൻ തല ചൊറിഞ്ഞിട്ട്, എന്നിട്ട് കള്ളു കുടിക്കുക, ബോധം മരണവരെ കള്ള് മേടിച്ചു കൊടുക്കുക, കായില്ലെങ്കിൽ മറ്റുണ്ടെങ്കിൽ കടം മേടിച്ചു കുടിക്കുക. എന്തിനു? ഉറങ്ങാൻ വേണ്ടിയിട്ട്. എന്റെ മൊബൈലിൽ നിന്നും ഞാനിപ്പോ കല്യാണം കഴിച്ച ഭാര്യ വിദഗ്ധമായിട്ട് ഇയാളെ നമ്പർ എടുത്ത്, എന്നിട്ട് എന്റെ കാര്യങ്ങൾ, പൂർവിക കാര്യങ്ങൾ ഇവളോട് ചോദിച്ചാരുമ്പോ ഇവളുണ്ട് എന്നെ കുറിച്ച് നല്ലത് പറയണ്. അറിയോ? അറിയില്ല. ഇവള് കേറ്റടിച്ച് എന്ന് പറഞ്ഞിട്ട് എന്റെ വീരസാധന കലകളാണ് കേൾക്കുന്നത്. എന്താപ്പ ഇത്? ആരാണിപ്പോ ഞാൻ ഇരിക്കന്നെ തോന്നിപ്പോയി ഞാൻ ആരാന്ന്. കാര്യം ചില ആദ്യത്തെ ഭാര്യയൊക്കെ തന്നെ കേൾക്കണ്. ഞാൻ ആരോ ഏട്ടാ? എനിക്ക് സമ്മതമല്ല. സമ്മതല്ല വെച്ചാൽ ഞാൻ നോട്ടടിക്കണ കമ്പനിയിലല്ല പണിയെടുക്കണേ.